ഋഷി, ഞാനൊന്ന് പറയട്ടെ. നിനക്ക് ഞാൻ പറഞ്ഞാൽ മാത്രം കേൾക്കാൻ പറ്റില്ല അല്ലേ? ഋഷി, നീ കരുതുന്ന പോലെ അല്ല. ഞാൻ പറയട്ടെ, ഇത് കരുതുന്ന പിടിവിട്. ഞാനൊന്ന് പറയട്ടെ ഋഷി, പ്ലീസ്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്നെ ഇങ്ങനെ ആക്കിയത് നീ അവനും കൂടെ ചേർന്നിട്ടല്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് നിനക്ക് കിട്ടിയേ പറ്റൂ. അതിന് ഞാനൊന്നും ചെയ്തില്ല. ഞാനല്ല ശ്രീയുടെ അടുത്ത് പോയി സംസാരിച്ചത്. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. ഋഷി, എന്നെ വിട്. എന്നെ വിടാൻ നിനക്കെന്താ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്ത. വിടന്നെ, മാറി നിൽക്ക്. തൊട്ടു പോകരുത്. ഇനി എന്നെ തൊട്ട ഞാൻ ചിലപ്പോ. ഋഷി, വിടന്നെ. നീ എന്നെ തല്ലിയല്ലേ? ശ്രീ പറഞ്ഞതാ ശരി. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതി ഞാനാ മണ്ടി. അവൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു. ഐ ഹേറ്റ് യു. അവൻ്റെ കൂടെ നിനക്ക് പോണോ? പറയാൻ അവൻ്റെ കൂടെ. അതെ, നിന്നെക്കാളും നല്ലത് അവനാ. കാണിച്ചു തരാടി. വിട് എന്നെ, വിട്. ഋഷി, സാക്ഷി ഒരിക്കലും അവൻ്റെ അടുത്ത് ഹാപ്പിയല്ല. അവളുടെ കോലം കണ്ടിട്ട് എന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ഉപദ്രവിക്കോ? എനിക്ക് സമാധാനവും കിട്ടുന്നില്ല. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ശ്രീജിത്ത്? യെസ്. വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം. എബൌട്ട് ഋഷി ആൻഡ് സാക്ഷി. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവരെപ്പറ്റി. എനിക്ക് കുഴപ്പമില്ല. ഋഷിയുടെ ബ്രദറിന് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. അവരെപ്പറ്റി എന്താ അറിയേണ്ടത്? അത് ശ്രീജിത്ത്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും സാക്ഷിക്കും ഋഷിക്കും തമ്മിൽ പരിചയമുണ്ടെന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് അവരുടെ റിലേഷനെ പറ്റി ഒന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞു. കല്യാണം, അത്രേ അറിയൂ. പെട്ടെന്നൊരു ദിവസമല്ല. ഋഷിക്ക് സാക്ഷിയെ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. 10 വർഷമായിട്ട് അറിയാമെന്നോ? ഇവിടുത്തെ കോളേജിൽ ഞങ്ങൾ 3 ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ടാണ് ഞങ്ങൾ സാക്ഷിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾക്ക് മുന്നേ പരസ്പരം നന്നായിട്ട് അറിയാം. അവനതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. 10 വർഷമായിട്ട് പരസ്പരം നിങ്ങൾക്കറിയോ? പക്ഷേ ഞാനും സാക്ഷിയും അന്നറിഞ്ഞ ഋഷിയല്ല ഇപ്പോൾ. അവൻ ഒരുപാട് മാറി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. രാവിലെ തന്നെ പ്രിൻസിപ്പലിന് ഇവിടെ എന്താ കാര്യമെന്നായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ 2 ന്യൂ ജോയിനേഴ്സ് ഉണ്ട്. ഇനി തൊട്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ ഇവിടെ 2 കുട്ടികളിവിടെ ഉണ്ടാവും. അപ്പോൾ എക്സാമൊക്കെ വരികയല്ലേ, നന്നായിട്ട് പഠിക്കുക. അവരാരാന്ന് എന്താണെന്നൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശരി സർ, കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സാർ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഓഫീസ് റൂമിലോട്ട് പോവാം. താങ്ക് യു സർ. സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങളുടെ 2 പുതിയ കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിള്ളേരെ, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് സാറ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻട്രോ പറഞ്ഞിട്ട് കയറിയിരുന്നോളൂ. ഞാൻ ഋഷികേഷ്. ഋഷിന്ന് ഷോർട്ടായിട്ട് വിളിക്കും. എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ എനിക്ക് പഴയ കോളേജിൽ നിന്ന് മാറി ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ കോളേജ് ഒരുപാട് മിസ് ചെയ്യും. ഇനി ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ശ്രീജിത്ത്. എൻ്റെ അച്ഛന് ഈ കോളേജിലെ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ അഡ്മിഷനും ഇങ്ങോട്ടേക്ക് മാറ്റി. ഐ ഹോപ്പ് നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഇവിടെ നിന്ന് പഠിച്ചു പോകും. ഓക്കെ, നിങ്ങളുടെ ഇൻട്രോ കഴിഞ്ഞെങ്കിൽ ചെന്നിരിക്കാം. നിങ്ങളുടെ സീറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. തൽക്കാലം ഒഴിവുള്ള സ്പേസിൽ കയറി. ഐ തിങ്ക് സാക്ഷിയുടെ സ്പേസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രീ അല്ലേ? തൽക്കാലം നിങ്ങൾ 2 പേരും അവിടെ ചെന്നോ. പിന്നീട് സൗകര്യം പോലെ നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തരാം. സാക്ഷി, ഇവിടെ നിന്റെ അടുത്ത് ഇരുന്നോട്ടെ. ഹായ്, ഞാൻ സാക്ഷി. ഞാൻ ഋഷി. ശ്രീജിത്ത്.
അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് സാക്ഷിയെ കാണുന്നത്. ഞാൻ മാത്രമല്ല, ഋഷിയും. ഒരേ റോയിലെ സീറ്റായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. സാക്ഷിക്ക് ക്ലാസ്സിൽ വേറെ ഫ്രണ്ട്സൊന്നുമില്ല. പക്ഷേ ഋഷി അന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ ഞങ്ങളോട് പെരുമാറിയ. ഞാനും സാക്ഷിയും നല്ല കൂട്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങളുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഹായ് ശ്രീ. ഹലോ. ഹായ് ഗൈസ്. ഞാൻ 2 ദിവസം വരാത്തപ്പോൾ ക്ലാസ് ഒക്കെ ഒന്ന് സൈലൻ്റ് ആയ പോലെ അല്ലേ? സാക്ഷി, ഇതേതാ പുതിയ കേസ്? ശ്രീ, ഇത് പുതിയതല്ല, പഴയതാ. ലീവായിരുന്നു 2 ഡേയ്സ്. അല്ല, ക്ലാസ്സിൽ 2 ന്യൂ ജോയിനേഴ്സ് വന്നു എന്ന് പറഞ്ഞു. നിങ്ങളാണോ? എന്താ പേര്? എൻ്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത്, നൈസ് നെയിം. അല്ല, എന്താ തൻ്റെ പേര്? നിനക്ക് ബോഡി ടച്ച് ചെയ്ത് സംസാരിക്കാൻ അറിയില്ല. എനിക്കിഷ്ടമല്ല പെർമിഷൻ ഇല്ലാതെ എൻ്റെ ബോഡി ടച്ച് ചെയ്യുന്നത്. എൻ്റെ പേര് ഋഷികേഷ്. ഈശ്വര, കലിപ്പനാണോ? പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഈ കലിപ്പൻ ഈ കാന്താരിക്കുള്ളത് തന്നെയാണ്. ഞാൻ വളച്ചെടുത്തോളാം, സമയമാവട്ടെ. ശ്രീ, ഇവൻ എന്ത് ദേഷ്യം. അവള് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പഴയ കോളേജൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇവിടെയൊക്കെ സെറ്റായി എടുക്കാൻ ടൈം എടുക്കും. സാക്ഷി, നീ എത്തിയോ? ശരി, ബാഗൊക്കെ വെച്ചിട്ട് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ ഫുഡ് എടുത്ത് വെക്കാം. ഒരു 10 മിനിറ്റ്സ്. ഞാൻ ദാ വരുന്നു ഫ്രഷ് ആയിട്ട്. വേഗം ഫുഡ് എടുത്ത് വെച്ചോ. എടി, പതുക്കെ കഴിക്കടി. ഇതൊക്കെ നിനക്കുള്ളത്, ആരും എടുത്തോണ്ട് പോവില്ല. അത് ശരി, അപ്പം ഞാൻ കഴിക്കുന്നത് നോക്കി കണ്ണ് വെച്ചോണ്ടിരിക്കുവാണല്ലേ? കണ്ണ് വെക്കാനോ? ഞാനോ? ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ പൊട്ടിപ്പെണ്ണേ. അല്ല, അമ്മയും മോളും ഇവിടെ എന്താ ഒരു സംസാരം? ഞങ്ങൾ വെറുതെ ഫുഡിന്റെ കാര്യം പറഞ്ഞതാ. ക്ലാസ്സില് 2 പുതിയ പയ്യന്മാർ വന്നില്ലേ? അതില് ശ്രീജിത്ത് എങ്ങനെയാ നിന്നോട് സംസാരിക്കുന്നതൊക്കെ? അത് അച്ഛാ, ശ്രീജിത്ത് ഒരു ഫ്രണ്ട് പോലെ. എന്നാ അവനോട് നന്നായിട്ട് എടുത്തോ. എനിക്കിഷ്ടം അവന്. അവന് കോടികളുടെ ആസ്തിയുണ്ട്. നമ്മുടെ പ്രൊഫസറിന്റെ മോനല്ലേ, എനിക്കറിയാം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്ന? എനിക്ക് മനസ്സിലായില്ല. അതങ്ങനെ തലയ്ക്കകത്ത് ആള് താമസം വേണ്ടേ? ഒരു ഉപകാരവും ഇല്ല. ശ്രീജിത്തിനോട് കൂടുതൽ അടുക്കണമെന്നും അവനാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. മര്യാദയ്ക്ക് അവനിൽ നിന്നൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം, മനസ്സിലായോ? നിങ്ങളിത് എന്തൊക്കെയാ മോളോട് പറയുന്ന? ആള് കുഞ്ഞല്ലേ? ഇങ്ങനെയൊക്കെയാണോ? കുഞ്ഞോ? ഡിഗ്രിക്ക് പഠിക്കുന്ന ഇവള് കുഞ്ഞെന്നാണോ നീ പറയുന്നേ? കുഞ്ഞോ? ഡിഗ്രിക്ക് പഠിക്കുന്ന ഇവളോ? ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. അമ്മയും മോളും കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ നിന്നെ കോളേജിൽ വാച്ച് ചെയ്യും. നീ അവന്റെ കൂടെ മാത്രമായിരിക്കണം, മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കരുത്. മോളെ സാക്ഷി, എന്താ അമ്മ ഇതൊക്കെ? എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോ എങ്ങനെ എന്നെ വളർത്തിയേ? ഇയാള് വേണമെങ്കിൽ ക്യാഷിന് വേണ്ടി എന്നെ അമ്മയും വിൽക്കുക വരെ ചെയ്യും. അതിനും മടിക്കില്ല. വെറുപ്പാ എനിക്ക്. ആള് അച്ഛൻ മരിച്ചപ്പോൾ എല്ലാവരും കൂടെ എന്നെ അന്നമ്മയ്ക്ക് എതിർക്കാനുള്ള ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞതല്ല. പക്ഷെ അമ്മ സമയം കിട്ടുമ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്ക്. ശ്രീജിത്തിന് എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. ഞാൻ പോകുന്നത് പഠിക്കാനാണ്, അല്ലാതെ അച്ഛൻ പറയുന്ന പോലെ. നീ റൂമിലേക്ക് പോക്കോ, ഞാൻ അച്ഛനോട് പറയാം. ചെല്ല്. ശ്രീ അവൻ എനിക്ക് എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും. അച്ഛൻ പറയുന്ന പോലെ കാണാൻ എനിക്കൊണ്ട് കഴിയില്ല. അതിന് എനിക്ക് അകത്തേക്ക് വരാവോ? ഈ സമയത്ത് എന്താ ഇയാളിവിടെ? അതിനെന്താ അച്ഛനകത്തേക്ക് വന്നോ? നീ അമ്മയോടെന്തോ പറയുന്നതായിട്ടോ. നിനക്ക് ശ്രീജിത്തിനെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നോ മറ്റോ? അച്ഛാ, ഞാൻ പഠിക്കാനാ പോകുന്നത്. അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഫ്രണ്ട്സ് ആണല്ലോ പിന്നീട് അങ്ങോട്ട് ലവറായിട്ട് മാറുന്നത്. അങ്ങനെ നിനക്കൊരു ലവർ ഉണ്ടാവണമെങ്കിൽ അത് അവൻ മാത്രമായിരിക്കണം.
അച്ഛാ, ഞാൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാ. എനിക്ക് പഠിക്കണം. ഞാൻ വിചാരിച്ച നിലയിൽ എനിക്ക് എത്തണം. പഠിത്തം? എന്ത് പഠിത്തോടി നീ പറയുന്നത്? കുറച്ച് പൈസ വാരിക്കൊരു ചെലവാക്കാമെന്ന് മാത്രം മിച്ചം. നീയൊക്കെ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? എൻ്റെ സമയം കളയാൻ. അച്ഛാ മതി. എൻ്റെ സ്വന്തം അച്ഛൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ പഠിക്കുന്നത്. അതിൽ അച്ഛനൊരു ചിലവുമില്ല. പിന്നെന്താ? ഓ, ഇത് ഞാൻ പ്രതീക്ഷിത. വലുതാവുമ്പോൾ നാക്കിൽ എല്ല് കൂടുമല്ലോ. എന്നാ കേട്ടോ, നിന്റെ അച്ഛൻ മരിച്ച് മണ്ണടഞ്ഞു പോയി. ഇപ്പൊ ഞാനാ നിന്റെ അച്ഛൻ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി, മനസ്സിലായോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ നല്ല നല്ല ഫോട്ടോസ് വീഡിയോസ് ഞാൻ അങ്ങ് വൈറലാക്കും. ഛേ, നിനക്ക് നാണുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എൻ്റെ അമ്മ നിങ്ങളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങളൊരു അച്ഛനാണോ? ഒരു മോളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഛേ, നിങ്ങളുടെ ഈ വായിന്ന് വീഴുന്നൊക്കെ എൻ്റെ അമ്മ അറിഞ്ഞ എനിക്ക്... ആരും അറിയില്ല, നീ ആരോടും പറയില്ല. കാരണം നിന്റെ അമ്മയുടെ മാനം നിന്റെ കയ്യില, മനസ്സിലായോ? മോള് ചെന്ന് ഉറങ്ങിക്കോ. നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ. അച്ഛൻ പറഞ്ഞതൊന്നും മറക്കണ്ട. ഛേ, ഇത്ര വൃത്തികെട്ട ആളായിരുന്നു താൻ. എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈശ്വര, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ ഇറങ്ങിയതും ലേറ്റാ. ഇനിയിപ്പോൾ ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചുകൂടെ ലേറ്റാ. എന്തായാലും ഓടാം, അതാ നല്ലത്. 3 മിനിറ്റില്ലേ, ഓടിയാലോ? ഓടല്ലേ, സിഗ്നൽ നിന്നു. ആ, എൻ്റെ കാല്. ദേ വണ്ടി വരുന്നു. ഈശ്വര, നിനക്കെന്താ സിഗ്നൽ കാണാൻ അറിയില്ലേ? മുഖത്ത് 2 വലിയ ഉണ്ട കണ്ണുണ്ടല്ലോ, അതെന്തിനാ വച്ചേക്കുന്ന? അത് ഞാൻ... എന്താ ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? മറ്റുള്ള വണ്ടികൾക്ക് പോകണം. എഴുന്നേൽക്ക്. സാക്ഷി, തൻ്റെ കാലെങ്ങനെ മുറിഞ്ഞോ? താൻ സിഗ്നൽ കണ്ടില്ലേ? എവിടേക്കാ ഇത്ര വേഗത്തിൽ ഓടിപ്പോകുന്നേ? അത് ശ്രീ, ഞാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ച്. സാരമില്ല, ഞാൻ ഓക്കെ. നമുക്ക് ക്ലാസ്സിൽ പോവാം. ഓക്കെ സ്റ്റുഡൻറ്റ്, ബെല്ലടിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. പിന്നെ ഡ്രോയിങ് മത്സരമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി പേര് തരിക. ഓക്കെ? സാക്ഷി, നീ അറിഞ്ഞോ ഇവിടെ ഒരു പാർക്ക് വന്നിട്ടുണ്ടെന്ന്? ഒപ്പം തന്നെ ബീച്ചും ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ പോയി കണ്ടു. ഞാൻ ഇന്ന് അറിഞ്ഞ. നമുക്കൊന്ന് പോയാലോ? ശ്രീ, അത് അച്ഛന് ഇഷ്ടമല്ല. പിന്നെ ഞാനിങ്ങനെ പുറത്തൊന്നും അധികം പോകാറില്ല. അതവിടെ നിൽക്കട്ടെ. ഋഷി, താൻ വരുന്നുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, നീ ആലോചിച്ചിട്ട് പറ. ഞാൻ പോയി സാക്ഷിയുടെ അച്ഛനോട് ഞാൻ ചോദിക്കാം. അങ്കിൾ എന്തായാലും വിടും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ചോദിച്ച് സെറ്റാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നീ ആലോചിച്ച് മറുപടി പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. ശ്രീ നിൽക്ക്, ഞാൻ പറയട്ടെ. ഇതിന് അച്ഛനോട് ചോദിക്കാൻ പോയല്ലോ. സാക്ഷിക്ക് എന്താ ബീച്ചൊന്നും ഇഷ്ടമല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ പുറത്ത് പോകാറില്ല. അതാ. പുറത്ത് പോയിട്ടില്ലേ? തൻ്റെ അച്ഛനല്ലേ ഇവിടുത്തെ പ്രിൻസിപ്പാൾ. ആളൊരു ഓപ്പൺ മൈൻഡഡ് ആണല്ലോ. എന്നിട്ട് വിട്ടിട്ടില്ലേ? ഓപ്പൺ മൈൻഡഡ് അത് ഋഷി, ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാ ഇനി ചോദിക്കണ്ട, നമുക്ക് പോവാം. അച്ഛൻ സമ്മതിച്ചു. സമ്മതിച്ചെന്നോ? ആന്നേ, സമ്മതിച്ചു. ആരൊക്കെ വരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം പറഞ്ഞു ഓക്കെ, മോനാണെങ്കിൽ കൊണ്ടുവെക്കോ, വൈകുന്നേരം നേരത്തെ കൊണ്ടുവിടാനും പറഞ്ഞു. അച്ഛൻ മനസ്സിലൊന്നും കാണാതെ ശ്രീയുടെ കൂടെ എന്നെ വിടില്ല. അയാൾ എന്തായിരിക്കും? നീ എന്താ ആലോചിക്കുന്ന? ഇനി എൻ്റെ കൂടെ വരാൻ നിനക്ക് മടിയാണെങ്കിൽ വേണ്ട, ഞാനും ഋഷിയും പൊക്കോളാം. എന്താ നീ പറയുന്ന? അച്ഛൻ സമ്മതിച്ചില്ലേ? ഞാൻ വന്നോളാം. നീ എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ എന്തിനാ നിൻ്റെ കൂടെ വരാൻ മടിക്കണേ? ഋഷി, താൻ വരുന്നുണ്ടോ? ഏതായാലും നമ്മൾ രണ്ടാളും പോവല്ലേ, താനും കൂടെ വരുന്നെങ്കിൽ വന്നോ. ആ, ഞാനും വരാം. നന്നായി. അപ്പോൾ നമുക്ക് 3 നാൾക്കും പോയിട്ട് വരാം. വേഗം പോവാം. ഈവനിങ് നേരത്തെ ഇവളെ വീട്ടിലാക്കണം. ആക്ച്വലി ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റാണ്. ഞാനിതുവരെ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പുറത്ത് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഋഷി എന്താ ആലോചിക്കുന്നത്? എന്നാൽ നമുക്ക് പോയാലോ? പോവാം.